ഗായ്സ്, ഇന്ന് ചേച്ചിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനും അനിയനോട് കൊല്ലത്ത് ഈശ്വരനെ കൊണ്ടാക്കി. ഒരു 1.5 മണിക്കൂർ മുമ്പേ നമ്മൾ അവിടെ എത്തി. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനും ചേച്ചി അവനും കൂടെ ആണെങ്കിൽ RP മോളിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട്, അപ്പോൾ അവിടോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഓൾ ദിവസമൊക്കെ കൊടുത്തിട്ട് ചേച്ചീനെ എക്സാം സെൻറ്ററിലാക്കിയിട്ട് ഞാനും അനിയനും കൂടെ കറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടേ, അപ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തൊട്ടും അടുത്ത് തന്നെയാണ് ആശ്രമം ഇതാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേനും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഓപ്പൺ ആവാത്തയാണോ അതോ അത് ഇപ്പോൾ ഇല്ലേ അറിയാൻ വയ്യ. അവിടെ ചെന്നപ്പോഴത്തേനും മൊത്തം empty ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലാണ്, രാവിലെ 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേന് പോകണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹമില്ല, എന്നാലും കൊല്ലം ബീച്ചിൽ ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് കുറേ മാമന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതും നോക്കി കുറച്ച് നേരം നിന്ന്. പക്ഷെ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ച പോലെ മീനൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഇപ്പോഴത്തെ ഐസ്ക്രീം കട കണ്ടു. പിന്നെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടങ്ങ് നടന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് RP മോളിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ RP മോളിൽ ചെന്നപ്പോഴത്തേന് അവിടെ ആണെങ്കിൽ 12D തിയേറ്റർ കണ്ടു. ഇപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു തിയേറ്റർ കയറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച് കയറി. 90 ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രൈസ് വെച്ചിട്ട് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയെ കൊണ്ടുപോകാത്തതിനൊരു വിഷമമുണ്ട്. എന്തായാലും ഒരു വർഷം ചേച്ചിനെ കൊണ്ടുപോകണം, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് താഴേന്നൊരു കോൺ മസാലയും വാങ്ങിച്ച് കഴിച്ചു. അത് 100 ആയിരുന്നു കേട്ടോ വരുന്നത്. പക്ഷെ 100 രൂപയ്ക്ക് പുറത്താണ്, നല്ലതായിരുന്നു. അതും കഴിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചത് അടുത്തേക്ക് എവിടെ പോകണം, കാരണം ഇനിയും സമയമുണ്ട്. 12:30 കഴിയുമ്പോഴേ ചേച്ചിൻ്റെ എക്സാം തീരത്തുള്ളായിരുന്നു. ഞാൻ അങ്ങനെ കുറേ വീട്ടിൽ ക്യാൻറ്റീൻ്റെ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ആഗ്രഹമാണ് അവിടെ പോയിട്ട് ഈ പുളീൻ്റെ ഐസ് പോപ്പ് കഴിക്കണമെന്ന്. അവിടെ ചെന്ന് അനിയനാണെങ്കിൽ അവകാഡോൻ്റെയും ഞാനാണെങ്കിൽ പുളീൻ്റെ എടുത്തത്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഈ മിൽക്ക് ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ഐസ്ക്രീമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും വാട്ടർ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വാട്ടർ ബേസ്ഡ് എടുത്ത്, അവൻ മിൽക്ക് ബേസ്ഡും എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ പുളി മുട്ടായിൻ്റെയൊക്കെ ഫാൻ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിയപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അത് കഴിഞ്ഞ് ചേച്ചിക്കൊരു സോഡ ലൈമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് കഴിക്കാൻ നമ്മൾ ഈ വട്ടം ഇതുവരെ പോയിട്ടില്ല, അസാഡോ. അപ്പം കൊള്ളാവോന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ റേറ്റിംഗ് ഉണ്ട്. അപ്പോഴത്തേനും പോയി നോക്കാമെന്ന് വിചാരിച്ചു. പോയി ചെന്നപ്പോഴത്തേനും കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ കായലൊക്കെയാണ്. നമുക്ക് ആദ്യം നമ്മൾ റൂട്ട് മാപ്പ് നോക്കി പോയപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് എത്തിയത്. അപ്പോൾ അതെല്ലാം മനസ്സിലായി നമുക്ക്. പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴ്ച ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അസാഡിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന്. കിടിലം വൈബാണ്. നമ്മൾ ആദ്യം പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ഈ കായലും കാണാം, അതേപോലെ നല്ല കാറ്റൊക്കെ അടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചു. ഫുഡിന് നൈസ് ഫുഡായിരുന്നു. ഓവർ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ താഴെ ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ആടി. അപ്പോഴത്തേനാണ് ആ ചേട്ടൻ മോമോസ് ഉണ്ടാക്കുന്നത് കാണുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് 2 മോമോസും വാങ്ങിച്ചു. സ്റ്റീംഡ് മോമോസ്, ഫ്രൈഡ് മോമോസും വാങ്ങിച്ചു. ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. ഒരു 110 രൂപയാണ് വില വരുന്നത്. ഉറപ്പായിട്ട് ഈ സ്ഥലത്തുനിന്ന് പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. കിടിലം വൈബാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.